ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. ഇപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഫസ്റ്റ് ഗ്രേഡ് എക്സാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന LSGD ഗ്രേഡ് 3 എക്സാം അല്ലെങ്കിൽ PSC ഇനി വരാനിരിക്കുന്ന എല്ലാ എക്സാമുകളും നമുക്ക് KW ഗ്രേഡ് 2 ഉണ്ട്, LSGD ഗ്രേഡ് 3 ഉണ്ട്, തുടങ്ങിയ എല്ലാ എക്സാമുകൾക്കും നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി എല്ലാ ഓപ്ഷൻസും കൃത്യമായിട്ട് വായിച്ച് നോക്കണം. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിങ്ങനെ വൺ വേർഡ് വായിക്കുന്നതിനേക്കാളും ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് ഓപ്ഷൻസ് അനാലിസിസ് ചെയ്ത് ആൻസറിലേക്ക് വേഗം എത്തിയാലേ നമുക്ക് കറക്റ്റ് ടൈം ബൗണ്ട് ആയിട്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ സിമെൻറ്റ്, കോൺക്രീറ്റ് തുടങ്ങിയ ടോപ്പിക്കുകളിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ കോമ്പൗണ്ട്സ് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് കണ്ടെയ്ൻ 4 മേജർ കോമ്പൗണ്ട്സ് C3S, C2S, C3A and C4AF. Statement number 2: C3S tricalcium silicate is mainly responsible for early strength development. And third statement: C3A tricalcium aluminate generate the least heat of hydration among all the 4 compounds. And gypsum is added to cement clinker mainly to control the setting time. അപ്പോൾ നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള കോമ്പൗണ്ട്സ് വരുന്നത്? നമുക്കറിയാം ബോക്സ് കോമ്പൗണ്ട്സ് ആണ് ഈ തന്നിട്ടുള്ളത്. മെയിനായിട്ട് 4 ബോക്സ് കോമ്പൗണ്ട്സ് ആണുള്ളത്. C3S ഓപ്ഷനിൽ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. C3S, C2S, C3A ആൻഡ് C4AF 4 ആൾക്കാരും പ്രസൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റോ C3S, അതായത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ് ഏർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. C3A എന്ന് വെച്ചാൽ ട്രൈകാൽഷ്യം അലുമിനേറ്റ് ആണ്. ജനറേറ്റ് ലീസ്റ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ലീസ്റ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണോ? ശരിക്കും C3A എന്ന് പറയുന്നത് ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ലീസ്റ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ല, ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ് ഇതിന് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. ജിപ്സം നമ്മൾ എന്തിനാണെന്ന് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെറ്റിംഗ് ടൈം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 1, 2, 4 എന്ന് വരും. അതായത് ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരിക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണോ അതോ ഏതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണോ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആയി പോകും. കറക്റ്റാണോ റോങ് ആണോ എന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Consider the following statement regarding fineness of cement. Fineness of cement is determined by Blaine's air permeability method. Increase in fineness increase the rate of hydration and early strength gain. As per IS 4031, the specific surface of OPC should not be less than 225 meters square per kilogram. കോസർ സിമെൻറ്റ് പാർട്ടിക്കിൾ ലീഡ് ടു മോർ ബ്ലീഡിങ് ആൻഡ് സെഗ്രിഗേഷൻ ഇൻ കോൺക്രീറ്റ്. അപ്പോൾ നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫൈൻനെസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലെയിൻസ് എയർ പെർമിയബിലിറ്റി മെത്തേഡ് യൂസ് ചെയ്യും. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഇൻക്രീസ് ഇൻ ഫൈനസ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ അറ്റ് ഏർലി സ്ട്രെങ്ത്. അതായത് സിമെൻറ്റ് വളരെ ഫൈൻ ആവും തോറും ഹൈഡ്രേഷൻ ഇൻക്രീസ് ആവും. അതേപോലെ തന്നെ ഹൈഡ്രേഷൻ റിയാക്ഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് സ്ട്രെങ്ത്ത് പെട്ടെന്ന് തന്നെ ഗെയിൻ ചെയ്യാനും സാധിക്കും.
ദെൻ ആസ് പെർ IS 4031 സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുന്നത് മിനിമം 225 വേണം. അത് കറക്റ്റ് തന്നെയാണ്. ദെൻ കോസർ സിമെൻറ്റ് പാർട്ടിക്കിൾ ലീഡ് ടു മോർ ബ്ലീഡിങ് ആൻഡ് സെഗ്രിഗേഷൻ ഇൻ കോൺക്രീറ്റ്. സോ കോസർ സിമെൻ്റ് ആകുമ്പം ബ്ലീഡിങ്ങും സെഗ്രിഗേഷനും അല്ലെങ്കിൽ ഡിഫക്റ്റുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ്? കറക്റ്റാണ്. സോ നമുക്ക് ഓപ്ഷൻ ഡി പറയാം. 1, 2, 3 and 4. ദെൻ അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് OPC ആസ് പെർ IS 4031 should not be less than 30 minutes. Final setting time of OPC should not be more than 600 minutes. And VCAT apparatus is used to determine setting time and standard consistency of cement. Then Le Chatelier apparatus is used to test soundness of cement. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആണ് ചോദ്യം. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റിനേക്കാളും താഴാൻ പാടില്ല. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഫൈനൽ സെറ്റിംഗ് ടൈം എല്ലാവരും ഹവേഴ്സിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇവിടെ മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. സോ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 600 മിനിറ്റ്സ് ആണ് പറയുക. അതും കറക്റ്റ് തന്നെയാണ്. ഷുഡ് നോട്ട് ബി മോർ ദാൻ 600 മിനിറ്റ് കറക്റ്റ് തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഷുഡ് നോട്ട് ബി മോർ ദാൻ ആണോ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ആണോ പറഞ്ഞിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ദെൻ വിക്കാറ്റ് അപ്പാരറ്റസ് എല്ലാവർക്കും അറിയാം നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യും. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം ഒക്കെ ടെസ്റ്റ് ചെയ്യാനും അതേപോലെ കൺസിസ്റ്റൻസി ഓഫ് സിമെൻറ്റ് ചെക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് Le Chatelier അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സിമെൻറ്റിൻ്റെ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സോ ഓൾ ഓഫ് ദി അബവ് എന്ന് പറയാം. ദെൻ നമ്മുടെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓവർസിയർ ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ നിർബന്ധമായിട്ടും നിമി പഠിച്ചിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു നിമി ബേസ് ചെയ്തിട്ടുള്ള പുതിയ ഒരു ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഈ വരുന്ന ജൂലൈ 15 മുതലാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബാച്ചിന് വരുന്ന ഫീസ് 1999 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വെയിറ്റേജ് എത്രത്തോളം നിമി എന്നുള്ള ആൻസേഴ്സ് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാകും. കാരണം എല്ലാവരും ഓവർസിയർ ലെവൽ എക്സാംസ് എഴുതുമ്പം കൂടുതലായിട്ടും പുതിയ ക്വസ്റ്റ്യൻസ് നിമിന്ന് വരാറുണ്ട്. നിമീത്ത വാല്യൂസ് ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള വാല്യൂസും നിമീത്ത വാല്യൂവും നോക്കുമ്പോൾ നിമീത്ത തന്നെയാണ് ആൻസർ കീയിലൊക്കെ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് നിമിയുടെ കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും നിമിയും പഠിച്ചിരിക്കണം. അപ്പോൾ നിമി മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ 995100 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിമെൻറ്റിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സിമെൻറ്റ്. Rapid hardening cement has higher C3S content and finer grading than OPC. Low heat cement has a higher percentage of C2S and lower percentage of C3A. Sulfate resisting cement has high C3A content. Then white cement is manufactured using raw material that are practically free from iron oxide. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ഹാസ് ഹയർ C3S ആൻഡ് ഫൈനർ ഗ്രൈൻഡിങ് ദാൻ OPC. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലോ ഹീറ്റ് സിമെൻറ്റിൽ ഹയർ പെർസെൻറ്റേജ് C2S ഉണ്ട് ആൻഡ് ലോവർ പെർസെൻറ്റേജ് ഓഫ് C3A പ്രസൻ്റ് ആണ്. ദെൻ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റിൽ ഹൈ C3A ആണോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹൈ C3A ആണോ? ഹൈ C3A അല്ല, ലോ C3A കണ്ടൻ്റ് ആണ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ തന്നെ ഓപ്ഷനിലേക്ക് നമുക്ക് വരാം. കാരണം എയും സിയും ഡിയും രണ്ടിലും 3 ഉണ്ട്. സോ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് പറയാൻ സാധിക്കും. ആൻഡ് ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ നോക്കാം. വൈറ്റ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കളർ കോസിങ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ലാത്ത വൈറ്റ് ഇൻഗ്രീഡിയൻസ് വേണം എടുക്കാൻ. അല്ലെങ്കിൽ റോ മെറ്റീരിയലിൽ കളർ ഇൻഡ്യൂസ് ചെയ്യുന്ന ആരും ഉണ്ടാവാൻ പാടില്ല. ആൻഡ് നമ്മൾ അയൺ ഓക്സൈഡ് ആണ് പ്രാക്ടിക്കലി എലിമിനേറ്റ് ചെയ്ത് നിർത്തുന്നത്. സോ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിൽ 1 തെറ്റാണ്, ബാക്കിയെല്ലാം കറക്റ്റാണ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ്. Heat of hydration is the heat generated when cement chemically reacts with water. Low heat cement is preferred in mass concrete construction such as dam.
Hydration of cement is an endothermic reaction. Curing helps the hydration process to continue so that the concrete gains strength. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഈസ് ദ ഹീറ്റ് ജനറേറ്റഡ് വെൻ സിമെൻറ്റ് കെമിക്കലി റിയാക്ട്സ് വിത്ത് വാട്ടർ. കറക്റ്റ് തന്നെയല്ലേ? നമ്മൾക്കറിയാം സിമെൻറ്റ് വെള്ളവുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഹൈഡ്രേഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ് സ്ട്രെങ്ത് ഒക്കെ ഗെയിൻ ചെയ്യാൻ സാധിക്കുക. ആ സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആൻഡ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനും ആ സമയത്ത് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ലോ ഹീറ്റ് സിമെൻറ്റ് ഈസ് പ്രിഫേർഡ് ഇൻ മാസ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ സച്ച് ആസ് ഡാം. സോ നമുക്കറിയാം മാസ് കോൺക്രീറ്റ് വർക്കുകളൊക്കെ ആകുമ്പം ഭയങ്കര എമൗണ്ട് ഹീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സോ മാസ് കോൺക്രീറ്റ് വർക്കുകൾക്കൊക്കെ നമ്മൾ ലോ ഹീറ്റ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ദെൻ ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഇത് എൻഡോതെർമിക് റിയാക്ഷൻ എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ അവിടെ ഒരു എറർ വന്നില്ലേ? നമുക്ക് വെള്ളവും സിമെൻറ്റും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹീറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ലോ ഹീറ്റ് സിമെൻറ്റ് നമ്മൾ മാസ് കോൺക്രീറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരിക്കലും എൻഡോതെർമിക് റിയാക്ഷൻ അല്ല, എക്സോതെർമിക് ആണ് ആക്ച്വലി നടക്കുന്നത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. ദെൻ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്യൂറിംഗ് ഹെൽപ്പ് ദ ഹൈഡ്രേഷൻ പ്രോസസ് ടു കണ്ടിന്യൂ സോ ദാറ്റ് ദ കോൺക്രീറ്റ് ഗെയിൻസ് സ്ട്രെങ്ത്. സോ നമ്മൾ ക്യൂറിംഗ് കൊടുക്കുന്നത് എന്തിനാണ്? ഹൈഡ്രേഷൻ റിയാക്ഷനൊക്കെ നടന്ന് അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യൂറിങ് കൊടുക്കുന്നത്. സോ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നതിൽ 3 മാത്രമാണ് തെറ്റ്. സോ നമുക്ക് 1, 2 and 4 ഓൺലി എന്ന് പറയാം. ദെൻ അടുത്ത ചോദ്യം, consider the following statement regarding workability of concrete. The slump test is suitable for concrete having slump value more than about 25 mm. The compaction factor test is used to measure the workability of very dry or low workability mixes. Then അടുത്ത statement, the VP consistometer test is suitable for concrete with very low workability. And a higher water cement ratio increases workability but decreases strength. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് സ്ലംബ് ടെസ്റ്റിൻ്റെയാണ്. സ്ലംബ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ലംബ് 25 mm കൂടുതലുള്ളപ്പോൾ തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്. ദെൻ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റോ ഡ്രൈ മിക്സസിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ലോ വർക്കബിലിറ്റി ഉള്ള മിക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ അതും കറക്റ്റ് തന്നെയാണ്. ദെൻ VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത് വെരി ലോ വർക്കബിലിറ്റിക്കും സ്യൂട്ടബിൾ ആണ്. ആൻഡ് ഹയർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ 1, 2, 3, 4 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. As per Abraham's law, the strength of concrete at a given age is inversely related to the water cement ratio. വിട്ടുപോയതാണ്, റേഷ്യോ എന്നുണ്ട്. Then a lower water cement ratio generally improves the durability of concrete. IS 456 does not specify any maximum limit on water cement ratio for severe exposure conditions. Free or uncombined water that evaporates from concrete contribute to drying shrinkage. So നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അബ്രാംസ് ലോ പറയുന്നത് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആയിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റോ A lower water cement ratio generally improve the durability of concrete. So water cement ratio കുറയുമ്പം വെള്ളത്തിൻ്റെ അളവ് കുറയും, സ്ട്രെങ്ത് കൂടും, വർക്കബിലിറ്റി കുറയും. വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പം സ്ട്രെങ്ത് കൂടും, വർക്കബിലിറ്റി കുറയും. അത് ഓർത്ത് വെക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. Then IS 456 does not specify any maximum limit on water cement ratio for severe exposure condition. ശരിക്കും ഈ ഒരു IS 456 മാക്സിമം ലിമിറ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോൻ്റെതും അതേപോലെ എക്സ്പോഷർ കണ്ടീഷനൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഡസ് നോട്ട് സ്പെസിഫൈ എന്ന് പറഞ്ഞതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? തെറ്റിപ്പോയി. സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ
Free or uncombined water that evaporate from concrete contribute to drying shrinkage. So നമ്മൾ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നടക്കുന്നതാണ് ഡ്രൈയിങ് ഷ്രിങ്കേജ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒഴികെ ബാക്കിയെല്ലാം കറക്റ്റ് തന്നെയാണ്. സോ 1, 2 and 4 ഓൺലി എന്ന് ആൻസർ വരും. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ക്യൂറിംഗ്. Curing prevent loss of moisture required for hydration to continue. Then the minimum curing period for OPC concrete as per IS 456 is generally taken as 7 days. Steam curing accelerates the rate of strength gain at early age. Curing has no effect on permeability of hardened concrete. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ക്യൂറിംഗ് പ്രിവെൻറ്റ് ലോസ് ഓഫ് മോയ്സ്ചർ റിക്വയർഡ് ഫോർ ഹൈഡ്രേഷൻ ടു കണ്ടിന്യൂ, അത് കറക്റ്റ് തന്നെയല്ലേ? ക്യൂറിങ് ഹൈഡ്രേഷൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിൽ തന്നെ നിലനിർത്തുക അല്ലെങ്കിൽ അതിൻ്റെ ഇവാപ്പറേഷൻ തടുത്തു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ മിനിമം ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത് 7 days ആണ് ആസ് പെർ 456, അതും കറക്റ്റ് തന്നെയാണ്. ദെൻ സ്റ്റീം ക്യൂറിംഗ് ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് സ്ട്രെങ്ത് ഗെയിൻ അറ്റ് ഏർലി ഏജ്. എല്ലാവർക്കും അറിയാം നമ്മൾ ക്യൂറിംഗ് മെത്തേഡിൽ സ്റ്റീം ക്യൂറിംഗ് ഉണ്ട്. ശരിക്കും ഈ സ്റ്റീം ക്യൂറിംഗ് ഒക്കെയാണ് നമ്മൾ പ്രീകാസ്റ്റ് മെമ്പേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ നോർമൽ കോൺക്രീറ്റ് 7 days ഒക്കെ ക്യൂറിംഗ് കൊടുക്കുന്നത്, ഇത് 3 days. നോർമൽ കോൺക്രീറ്റ് 28 days ഒക്കെ ക്യൂറിംഗ് കൊടുക്കുന്നത് അല്ലെങ്കിൽ 14 days ഒക്കെ കൊടുക്കുന്ന ക്യൂറിംഗ് എന്ന് പറയുന്നത് നമുക്ക് 7 days 3 daysലൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയും ഫാസ്റ്ററായിട്ട് നടക്കുന്നുണ്ട്. ദെൻ ക്യൂറിംഗ് ഹാസ് നോ എഫക്റ്റ് ഓൺ പെർമിയബിലിറ്റി ഓഫ് ഹാർഡൻഡ് കോൺക്രീറ്റ്. അതുമായിട്ട് ബന്ധമില്ലേ? ക്യൂറിങ്ങും പെർമിയബിലിറ്റിയും തമ്മിൽ ഡയറക്റ്റ്ലി ബന്ധമുണ്ട്. കാരണം ക്യൂറിങ് പ്രോപ്പറായി കൊടുത്തിട്ടില്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ വോയിഡ് സ്പേസസ് വരും, അങ്ങനെ പെർമിയബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് നോ റിലേഷൻ എന്ന് പറയാൻ പറ്റില്ല, റിലേഷൻ ഉണ്ട്. സോ 1, 2 and 3 ആണ് കറക്റ്റ്. സോ ഓപ്ഷൻ എ വരും. ദെൻ അടുത്ത ചോദ്യം, നോമിനൽ മിക്സ് concrete is proportioned by fixed ratio of cement, sand and aggregate. So ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു എക്സാമ്പിളും പറയുന്നുണ്ട് 1, 2, 4. Then design mix concrete is proportioned to achieve target mean strength based on trial mixes. Then IS 10262 provides guidelines for design of concrete mixes in India. Then M25 denotes characteristic compressive strength of 25 Newton per millimeter square at 28 days on 150 mm cube. സോ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നുകൂടെ പരിശോധിക്കാം. നോമിനൽ മിക്സ് കോൺക്രീറ്റ് ഈസ് പ്രൊപ്പോർഷൻഡ് ബൈ ഫിക്സഡ് റേഷ്യോ ഓഫ് സിമെൻറ്റ്, സാൻഡ് ആൻഡ് അഗ്രിഗേറ്റ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയല്ലേ? 1 to 4 എന്ന് പറഞ്ഞാൽ സിമെൻറ്റിൻ്റെ പ്രൊപ്പോർഷൻ 1 ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. സിമെൻറ്റിൻ്റെ ഇരട്ടി സിമെൻറ്റ്, അതേപോലെ സാൻഡ്, കോസ് അഗ്രിഗേറ്റ്, ഈ ഓർഡറാണ്. സോ സിമെൻറ്റിൻ്റെ 2 ഇരട്ടി സാൻഡ്, 4 ഇരട്ടി കോസ് അഗ്രിഗേറ്റ്. കറക്റ്റായിട്ട് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡിസൈൻ മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് ചെയ്തെടുക്കേണ്ടത്. അതും കറക്റ്റ് തന്നെയാണ്. ദെൻ അതിൽ നമ്മൾ ട്രയൽ മിക്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ IS 10262 എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ പറയുന്ന IS കോഡാണ്. ദെൻ M25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് 25 Newton per millimeter square ആണ്. അത് 28 ദിവസത്തിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി 150 mm സൈസുള്ള ക്യൂബാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. സോ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. ദെൻ അടുത്ത ചോദ്യം, plasticizers help reduce the water content of a mix without reducing its workability. Accelerators such as calcium chloride increase the rate of hydration and early strength. Retarders are useful in ready mix concrete that is transported over long distances. Air entraining agents improve resistance to freeze-thaw cycle. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്ലാസ്റ്റിസൈസേഴ്സ് ആൻഡ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് നമ്മൾ പറയാറുണ്ട് വാട്ടർ കണ്ടൻറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വെള്ളത്തിൻ്റെ അളവ് കുറച്ച്, അതേപോലെ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പം സ്ട്രെങ്ത് കൂടും, പക്ഷേ വർക്കബിലിറ്റിയിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. സോ പ്ലാസ്റ്റിസൈസറും സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സിനും ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ ആക്സിലറേറ്റേഴ്സ് എന്ത് ചെയ്യും? റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ ഏർലി സ്ട്രെങ്ത് ഗെയിനിന് ഹെൽപ്പ് ചെയ്യും. ദെൻ റിട്ടാർഡേഴ്സ് എന്തിന് ഹെൽപ്പ് ചെയ്യും? റിട്ടാർഡ് സെറ്റിംഗ് ആണ്. അപ്പം നമുക്ക് പറയാം ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്തൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ റിട്ടാർഡേഴ്സ് റെഡി മിക്സ് കോൺക്രീറ്റിലൊക്കെ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കോൺക്രീറ്റിലൊക്കെ യൂസ് ചെയ്യും. ദെൻ എയർ എൻട്രെയിനിങ് ഏജൻസ് അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ
ഫ്രീസ് ആൻഡ് തോ കൊണ്ടുള്ള വോളിയം ചേഞ്ചിനെ നമുക്ക് അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ 4 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു ഓവർസിയർ ലെവൽ എക്സാം ആണെങ്കിലും എ ലെവലിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടണം. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത്. എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ കണ്ടന്റുകൾ ലഭിക്കാൻ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.